അബൂബക്കറിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ആഗ്രഹങ്ങൾ? അബൂബക്കർ, എന്തെങ്കിലും ആഗ്രഹങ്ങൾ? അതെ, ആരെങ്കിലും കാണണമെന്നോ വല്ല നെയ്ച്ചോറോ ബിരിയാണിയോ കഴിക്കണമെന്നോ അങ്ങനെ വല്ലതും? ഈ അന്ത്യാഭിലാഷമേ എന്നതാണെങ്കിലും പറഞ്ഞോ. അബൂബക്കറിന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. അല്ല, അറിയാമല്ലോ, തൂങ്ങുന്നതിന് മുമ്പ് നിനക്കെന്ത് വേണമെങ്കിലും ചോദിക്കാം, ഞാൻ സാധിച്ചു തരും. അതിനല്ലയോ ഞാൻ തന്നെ നേരിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പറഞ്ഞാട്ടെ, കുഞ്ഞിനെന്താ വേണ്ടത്? കഴിവേറ്റും വരെ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല. This is brutal and quite unnatural. നിങ്ങൾ ജയിലിൽ ഐജി ആയിരിക്കാം, പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കില്ല. പിന്നെ എന്തിനീ ഫോർമാലിറ്റീസ് ഒക്കെ? യു ജസ്റ്റ് ടേക്ക് യുവർ ഗൺ ആൻഡ് ഷൂട്ട് ഹിം. മുൻ സൈനികനായ ടി.എം. അബൂബക്കറിന്റെ ശിക്ഷ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശരിവെച്ച് ദയാഹർജി ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് തള്ളിയിട്ടുള്ളതാകുന്നു. ഹൈക്കോടതി വിധി പ്രകാരം കടലുണ്ടി പഞ്ചായത്ത് തളിയൂർ അംശം ദേശം തട്ടാങ്കൊല്ലിയിൽ മുഹമ്മദ് സാഹബ് മകൻ ടി.എം. അബൂബക്കർ എന്നയാളുടെ വധശിക്ഷ 2000 ആണ്ട് ജനുവരി 15 പുലർച്ചെ 5:30 നടത്തേണ്ടതാകുന്നു.
ക്രിമിനൽ നിയമ നടപടി 413, 414 പ്രകാരം ജയിൽ സൂപ്രണ്ട് പ്രതിയെ മരണം വരെ തൂക്കിലേറ്റുക എന്ന ശിക്ഷാ നടപടി നടപ്പിലാക്കി. ആ വിവരം ഈ കോടതിയെ ബോധിപ്പിക്കേണ്ടതാണ്. നമുക്ക് ഈശ്വരനോട് നന്ദി പറയാം. ഇയാൾ രക്ഷപ്പെടും. ഇറ്റ്സ് എ മിറാക്കിൾ. വൈദ്യശാസ്ത്രത്തിന് ഇനിയും കീഴടങ്ങിയിട്ടില്ലാത്ത യാഥാർത്ഥ്യം. സസ്പെൻഡഡ് ആനിമേഷൻ എന്നുവെച്ചാൽ ഒരു ശരീരം പൂർണ്ണമായും മരിച്ചു എന്ന് തോന്നിപ്പിക്കുക. പക്ഷേ ജീവന്റെ ചലനം ഒരു ഡോക്ടർക്കും തിരിച്ചറിയാനാവാത്ത വിധം ഉള്ളിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കുക. അത്ഭുതമെന്നൊക്കെ പറയാവുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് ലോകത്തുണ്ടായിട്ടുണ്ട്. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. നീതിപീഠത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പും ഇത്തരത്തിലൊന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടനിൽ യാ ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞ് വൈദ്യപരിശോധനയിൽ പ്രതിക്ക് ജീവനുണ്ടെന്ന് തെളിയുന്നു. അത് പിന്നീട് വലിയ നിയമപ്രശ്നമായി. അതിനുശേഷമാണത്രേ വധശിക്ഷയുടെ വിധിന്യായത്തിൽ അൻറ്റിൽ ഡെത്ത്, മരണം വരെ എന്ന വാക്ക് എഴുതി ചേർത്തത്. ഏതായാലും എനിക്ക് വേണ്ടി ഡോക്ടർ ജോൺ ചെയ്തത് വലിയൊരു ഉപകാരമാണ്. ഒരിക്കലും ഞാനത് മറക്കില്ല. താൻ എന്നോട് നന്ദി പറയാണ്. എല്ലാ കാര്യങ്ങളും എനിക്കറിയില്ലേ. ആ, ഇയാളെ ആംബുലൻസിൽ എടുക്കുമ്പോ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഫേസ് ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ആരും കണ്ടില്ല. ഇതിനകത്ത് തൽക്കാലം മാലതി അല്ലാതെ മറ്റാരെയും കയറ്റണ്ട, സിസ്റ്റേഴ്സിനെ പോലും. പിന്നെ എക്സ്റേയിൽ ബ്രെയിനിന് ഡാമേജ് ഒന്നുമില്ല, അതാ വലിയൊരു ലക്ക്. പക്ഷേ രവി അവിടെ നിൽക്കും. പേടിക്കണ്ട, സാഹിബിന് അബുവിനെ തിരിച്ചു കിട്ടും. അവൻ അപകടനില തരണം ചെയ്ത് കഴിഞ്ഞു. നന്ദിയുണ്ട്, പെരുത്ത് നന്ദിയുണ്ട്. എന്നോടല്ല, സാക്ഷാൽ ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത്. ഒരു പക്ഷേ എന്റെ ജീവിതാനുഭവങ്ങളുണ്ടാവാം. ഇന്നലെ വരെ ഈശ്വരനെ പഴി പറഞ്ഞവനാ ഞാൻ. എന്നാൽ ഇപ്പോ ഈ നിമിഷം ഞാൻ അവന്റെ മഹത്വം അറിയുന്നു. മരണത്തിൽ നിന്നും അബുവിനെ ഇവിടെ വരെ എത്തിച്ചത് അവനല്ലെങ്കിൽ മറ്റാരാണ്? അൽഹംദുലില്ലാ. കൊലക്കയറി നിങ്ങൾ എന്റെ മോനെ രക്ഷിച്ചു എന്ന് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കൊലക്കയറി നല്ല ഞാൻ രക്ഷിച്ചത്. തൂക്ക് കഴിഞ്ഞ് കൃത്യം 35-ാം മിനിറ്റിൽ അബുവിന്റെ ബോഡി എന്റെ ടേബിളിലെത്തി. ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് മരിച്ചു എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യണമല്ലോ. മരവിച്ച മനസ്സോടെ ഞാൻ അബുവിനെ പരിശോധിച്ചു. പൾസ് ഡെഡാണ്. പക്ഷേ ഹാർട്ട് ബീറ്റ് നോക്കി ഞാൻ നടുങ്ങിപ്പോയി. അബുവിന്റെ ഉള്ളിൽ ജീവൻ അവശേഷിക്കുന്നു. വളരെ വളരെ നേർത്ത ഒരു നെഞ്ചിടിപ്പ്. ഇനി നിമിഷങ്ങൾക്കകം മരണം സംഭവിക്കാം. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ചു. ഭാഗ്യത്തിന് അബുവിന്റെ പോസ്റ്റ്മോർട്ടത്തിന് സാക്ഷിയായി വന്നത് ദാസായിരുന്നു. അബുവിന്റെ നിരപരാധിത്വം അറിയാവുന്ന ദാസും രണ്ടും കൽപ്പിച്ച് എന്റെ കൂടെ നിന്നു. എന്റെ മനസ്സ് പറഞ്ഞത് ഇത് ദൈവഹിതമാണെന്ന്. നിരപരാധിയായ അബുവിനോട് ഈശ്വരൻ കാണിച്ച കാരുണ്യം. പിന്നെ വൈകിയില്ല. പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അബൂബക്കർ മരിച്ചു എന്ന് സർട്ടിഫൈ ചെയ്ത് ബോഡി വിട്ടുകൊടുത്തു. പിന്നെ അങ്ങോട്ട് ഇവിടെ വരെ ജീവൻ പണയം വെച്ചൊരു കളിയായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഒരായുസിന്റെ സുഹൃതം ഞാൻ അനുഭവിക്കുന്നു. എന്റെ അമ്മുവിന്റെയും ആയിഷയുടെയും ഒക്കെ ആത്മാവിന്റെ പ്രാർത്ഥനയായിരിക്കാം അബുവിന്റെ ഈ പുനർജന്മം. സാഹിബ് അപ്പുറത്തെ മുറിയിലോട്ടിരുന്നോളൂ. അബുവിന് ബോധം വീഴുന്നത് വരെ ഞങ്ങളോടുണ്ടാവും. വേണ്ട ഡോക്ടറെ, രാത്രിയും പകലും കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞാൻ എന്റെ കുട്ടീൻ്റെ അടുത്തിരുന്നോളാം. എന്റെ മോന്റെ കണ്ണൊന്ന് തുറന്നു കിട്ടിയാൽ മതി. കണ്ണു തുറക്കും, അങ്ങ് വിഷമിക്കണ്ട. എന്റെ മോളി ആശുപത്രി തന്നെ ഉണ്ടായത് ഹയറായി. നാട്ടിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, ഇവിടെ തന്നെ കബറടക്കിയെന്നാണ് നാട്ടിൽ പറഞ്ഞത്. അബുവിന്റെ ശവശരീരമെങ്കിലും കാണാനായി വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. അബു, അബു, റിലാക്സ്, റിലാക്സ്. യു ആർ ഓൾ റൈറ്റ്. അബു, നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. നിന്റെ കഴുത്തിൽ ഇപ്പൊ കുരുക്കില്ല. നീ ഇപ്പൊ ആശുപത്രിയില്ല. നിന്റെ ബാപ്പയും ഞങ്ങളെല്ലാവരും അടുത്തുണ്ട്. ദേ നിന്റെ ബാപ്പ. മോനെ അബു, നമുക്ക് തളിയൂർക്ക് പോണ്ടേ? ദേ രാഘവനൊക്കെ വന്നിട്ടുണ്ട്. പഴയ കാര്യങ്ങൾ എന്തെങ്കിലും അബുവിന് ഓർക്കാൻ കഴിയുന്നുണ്ട്? നമ്മുടെ തങ്കച്ചന്റെ നാടൻ പാട്ട് നീ ഓർക്കുന്നില്ലേ? ഒന്ന് ഓർത്ത് നോക്കി.